നമ്മളിടയ്ക്ക് നമ്മുടെ ചാനലിൽ ക്രോഷേ ബിഗിനർ പാട്ടെന്നൊക്കെ പറഞ്ഞൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 വരെ നമ്മൾ എടുത്തിട്ടുള്ളായിരുന്നു. ആൻഡ് ഗൈസ്, ഇത് പാർട്ട് 3 ആണ്. അപ്പോൾ കമോൺ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എങ്ങനെയാണ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ 3.0 mm ഹുക്കും പിന്നെ നിങ്ങൾക്ക് ഏത് യാൺ വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് സിംഗിൾ ചെയിൻ തുടങ്ങണം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് 20 ചെയിൻസാണ് ഇവിടെ ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയതായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ കുറേ ചെയിൻസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആൻഡ് ഗേസ്, നമ്മളിത് അവിടെ 20 ചെയിൻസ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇനി ശ്രദ്ധിക്കേണ്ടത് യാൺ ഓവർ ചെയ്യണം. ഒരെണ്ണം ഡബിളായിട്ട് ഇതുപോലെ യാൺ ഓവർ ചെയ്തതിന് ശേഷം 1 2 3 2 ചെയിൻ വിട്ടതിന് ശേഷം മൂന്നാമത്തെ ചെയിനിലേക്ക് ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ 3 ലൂപ്സ് കിട്ടുന്നതായിരിക്കും. 3 ലൂപ്സ് കിട്ടിയതിന് ശേഷം നമ്മളിതുപോലെ യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത ശേഷം അവിടെ 2 ലൂപ്സ് വരും. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഈ സെയിം സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ യാൺ ഓവർ ചെയ്യാതെ മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് വേണം ഈ ചെയ്യാനായിട്ട് കേട്ടോ. യാൺ ഓവർ ചെയ്തിട്ട് 2 ചെയിൻ വിട്ട് മൂന്നാമത്തെ ചെയിനിലേക്ക് കയറ്റുക. എന്നിട്ട് 3 ലൂപ്സ് വരും. ആദ്യം യാൺ ഓവർ ചെയ്ത് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുക. പിന്നെ അപ്പോൾ 2 ലൂപ്സ് വീണ്ടും വരും. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെയും കയറ്റുക. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നതെന്ന് അറിയാം. പക്ഷെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കി കണ്ടാലും മനസ്സിലാവുമായിരിക്കും. ആൻഡ് ഗൈസ്, ഇതാണ് ഫൈനൽ. നമ്മുടെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വേറെ പാർട്ടിന് വേണ്ടി കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബൈ.